രാവിലെ എണീറ്റ് വന്ന് ക്യാമറ ഓൺ ചെയ്തതേ ഉള്ളൂ. എൻ്റെ കോലം കണ്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഇതാരോ ഉണ്ണിയാർച്ചയോ എന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നിട്ട് ഞാൻ പോയി ഒന്ന് മുടിയൊക്കെ കെട്ടി ഒന്ന് ശുണ്ട്രയായിട്ട് വന്നു. ഇനി നമ്മൾ കിച്ചണിലെ പരിപാടി എന്ന് പറയുന്നത് ചേട്ടനെ പറഞ്ഞിട്ട് കഴിഞ്ഞാൽ പിന്നെ അയാനുള്ള കുറുക്ക് കാച്ചണം. പിന്നെ അവനുള്ള കുറുക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് വന്നതിന് ശേഷമാണ് ഞാൻ എനിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. ഇന്ന് ദോശയും ഗ്രീൻ പീസ് കറിയാണ്. കറി ഞാൻ വൈകുന്നേരം തന്നെ ഉണ്ടാക്കി വെക്കുന്നത് കൊണ്ട് എനിക്ക് രാവിലെ നല്ല ഈസിയാണ് കേട്ടോ. കാരണം രാവിലെ ചേട്ടന് പോകാനുള്ളത് കൊണ്ട് രാവിലത്തെ പണി അപ്പോഴും പെട്ടെന്ന് കഴിയുമല്ലോ. പിന്നെ ഇവിടെ അങ്ങനെ നമ്മൾ വൈകുന്നേരം ഉണ്ടാക്കി വെച്ചാൽ രാവിലെ അങ്ങനെ കേടായി പോകത്തില്ല. കാരണം AC ഓൺ ആയതുകൊണ്ട് വലുതായിട്ട് കേടൊന്നും ആവത്തില്ല കറി. നമുക്ക് 1-2 ദിവസമൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ അയാനുള്ള ദോശയും കൂടെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അയാൻ കഴിക്കത്തൊന്നുമില്ല. പിന്നെ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കുന്നതേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് ഞാൻ കറിയൊക്കെ ഒഴിച്ച് കഴിക്കാനായിട്ട് പോയിരുന്നപ്പോഴത്തേക്കും അയാൻ കുറച്ച് ദോശ കഴിച്ച് അത് കഴിഞ്ഞപ്പോഴത്തേക്കും നിർബന്ധമായി. പിന്നെ എന്നെ കഴിക്കാൻ സമ്മതിച്ചില്ല. അങ്ങനെ എനിക്ക് എടുത്തോണ്ടെന്ന് ദോശ അവിടെ തണുത്ത ഒച്ചാവുന്ന വരെ ഞാൻ അവിടെ മാറ്റി വെച്ചിട്ട് അയാനെ എടുത്തു കേട്ടോ. കാരണം ഞാൻ വിചാരിച്ചു ഉറക്കം വരുന്നെന്ന്. അങ്ങനെ ഉറക്കാമെന്ന് വിചാരിച്ച് കൊണ്ടുപോയപ്പോൾ അവ ഉറങ്ങിയില്ല. അങ്ങനെ ഞാൻ പിന്നെ വിചാരിച്ചു എൻ്റെ ജോലിയെങ്കിലും നടക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ക്ലീനിങ് പരിപാടിയിലേക്ക് ഇറങ്ങി. ഞാൻ ക്ലീൻ ചെയ്തപ്പോൾ അവിടെ കിടന്ന് ഉരുണ്ട് കളിക്കുകയായിരുന്നു തറയിൽ. എത്ര എടുത്തോണ്ടൊന്ന് മാറ്റി ഇരുത്തിയിട്ടും ഇരിക്കുന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ എങ്ങനെയൊക്കെയോ ക്ലീൻ ചെയ്തു. ഹാളിലുണ്ടായിരുന്ന മുതുക്ക് മാറ്റ് ഇന്നലെ ചേട്ടനെടുത്ത് ബാൽക്കണിയിൽ ഉണക്കായിട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എങ്ങനെയൊക്കെയോ വലിച്ച് തൂക്കിയെടുത്ത് അകത്തിട്ടിട്ട് ഗൈസ്. അത് ഭയങ്കര വെയിറ്റ് ആണ്. അപ്പോൾ ഇനി ബാക്കി ക്ലീനിങ് പരിപാടികൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇടാം. ടാറ്റാ.